നമസ്കാരം സാർ. നമസ്തേ. സാർ ഇന്നത്തെ ലോകത്ത് Yeah. ഈ സാമ്പത്തികമായിട്ട് തകർന്നവരുണ്ടാകാം, ഈ ആരെങ്കിലും കാരണം വഞ്ചിച്ച് തകർന്നവരുണ്ടാകാം, ഓക്കെ. സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് തകർന്നവരുണ്ടാകാം. ഓ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ സാർ ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ആ. സാറിന് എന്താണ് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയുക? ഓക്കെ. നല്ല നല്ല ചോദ്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ നിലവിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇപ്പം താങ്കൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മുടെ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ഡീറ്റെയിലിലോട്ട് പോകാം. അതായത് നമ്മളിപ്പോൾ എമോഷണലി വീക്ക് ആയിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അത് മേ ബി ഫിനാൻസ് ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ലവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആകാം, കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആകാം, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട തകർച്ചയാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട തകർച്ച. അപ്പം ഇങ്ങനെ പല കാരണങ്ങളാൽ ഒരാൾ വീക്കെൻഡായിട്ടിരിക്കുമ്പം, മനസ്സുകൊണ്ട് വീക്കെൻഡായിരിക്കുമ്പോഴായിരിക്കും ഈ നമുക്ക് ആ വീക്ക്നെസ്സിനെ മുതലെടുക്കാൻ വേണ്ടി ആയിരിക്കും ഈ പറയുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ നമ്മളെ സമീപിക്കുന്നത്. അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമായിരിക്കാം, എന്താണ് വിഷയം, അല്ലെങ്കിൽ എങ്ങനെയാണ് ചേട്ടൻ എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചേച്ചി എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പം നമ്മളറിയാം നമ്മൾ വീക്കായിരിക്കുവാണല്ലോ. അപ്പം നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ പറഞ്ഞു എന്ന് വരാം. അങ്ങനെ പറയുമ്പോൾ അവർ അതിൽ ഒരു ഇദ്ദേഹത്തിന് ഒരു മണി മോട്ടിവേറ്റഡ് ആണ്, ഈ വന്ന ആളിനൊരു ഒരു മണിയാണ് താല്പര്യം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എമോഷൻ വീക്കായിരിക്കുന്ന സമയത്ത് ഒരു മുതലെടുപ്പാണ് നടത്തുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുക്കൂല, മോശമായ രീതിയിലുള്ള ഗൈഡൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ഉദ്ദേശം ഇതായിരിക്കാം, അതായത് നമുക്ക് ഇങ്ങനെ ചെയ്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്തേക്കാം എന്നൊക്കെ ഇദ്ദേഹത്തിന് ഒരു തെറ്റായ ഗൈഡൻസിലോട്ട് അല്ലെങ്കിൽ തെറ്റായ വഴിയിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഒരു ചൂഷണം എന്നുള്ള രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് തന്നെ എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് കളയാം എന്നുള്ള രീതിയിലായിരിക്കും ഇദ്ദേഹം ഇതിൽ ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ പുറപ്പെടുന്നതിന് മുമ്പേ നമ്മൾ നമ്മളെ മനസ്സുകൊണ്ട് ഒന്ന് ശാന്തതപ്പെടുകയും, കാരണം നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ മനസ്സ് തന്നെ നമ്മളോട് തന്നെ പറയുന്ന ഒരു നിമിഷങ്ങൾ വരാം. ആ സമയത്ത് നമുക്ക് ഒരു ഫെയിലുവർ വരുന്നു, ആ ഫെയിലുവറിനെ നമുക്ക് ഉൾക്കൊള്ളുന്നു. അതായത് നമുക്കിപ്പോൾ എന്തായാലും ആ ഫെയിലുവറിനെ ഉൾക്കൊള്ളാനും കൂടെ നമ്മളൊന്ന് തയ്യാറാവണം എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ സന്തോഷമാണ്, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് സാഡ്നെസ് വരുന്നു, ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഉൾക്കൊള്ളൽ അല്ലെങ്കിൽ അക്സെപ്റ്റൻസി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യത്തെ ഉൾക്കൊള്ളാനും കൂടെ ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, അയ്യോ നമുക്കിത് വന്നു പോയല്ലോ, അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര നമുക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെയായിരിക്കും സ്വാഭാവികമായി എല്ലാവരുടെ മനസ്സും തിങ്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. അതിന് നമ്മുടെ ഓക്കെ, എനിക്കിത് സംഭവം നടന്നു, അല്ലെങ്കിൽ എനിക്കൊരു ഫെയിലർ വന്നു എന്ന് ഉൾക്കൊള്ളുകയും, എന്നാൽ ഉൾക്കൊണ്ട് അവിടെ നിൽക്കാതെ അതുമായി ബന്ധപ്പെട്ട് പുതിയ ആൾട്ടർനേറ്റീവ് വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം നടത്തുന്നത് ഏറ്റവും ഉചിതം. 2, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ നമ്മളും ഒന്ന് അതിൻ്റെ നമ്മുടേതായ രീതിയിൽ ഒന്ന് തിങ്ക് ഔട്ട് ചെയ്തിട്ട് ഇതിനിറങ്ങി പുറപ്പെടണമോ എന്നൊന്ന് വിചാരിച്ച് നമുക്കൊരു മാനേജ്മെൻറ്റ് നമ്മൾ വരുത്തുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം ആ ഒരു കാര്യത്തിലോട്ട് നമ്മൾ പോവുകയോ പോകാതിരിക്കുകയോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ സംഭവങ്ങൾ ഇനിയിപ്പം നമ്മൾ അറിയാതെ അങ്ങ് പോയി എന്ന് വയ്ക്കുക. പോയി പല കാര്യങ്ങളും അവിടെ കണ്ടു കേട്ട് നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടു, കുറേ പൈസ പോയി, അല്ലെങ്കിൽ നമുക്കൊരു കേസ് തന്നെ വന്നു എന്ന് വരുമ്പോൾ നടക്കുന്ന കാര്യം, ഈ പോയ ആൾ, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ പുള്ളിയെ നമുക്ക് കാണാൻ പറ്റില്ല, പുള്ളി നമ്മളെ കൊണ്ട് ട്രാപ്പ് ചെയ്തിട്ട് പുള്ളി അങ്ങ് പോയി. ഈ ആളെന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിക്കുന്നു. ജീവിതത്തിൽ എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ, അതിശക്തമായ ഒരു സാഡ്നെസ്സിലോട്ടും അല്ലെങ്കിൽ തൻ്റെ ആത്മവിശ്വാസത്തിന് വളരെ ഒരു അടി കിട്ടി എന്നുള്ള രീതിയിൽ അയാൾ തള്ളപ്പെടും. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു തോക്കാൻ തയ്യാറാവാത്ത ഒരു മാനസികാവസ്ഥയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തോക്കാൻ തയ്യാറാവാത്തൊരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അയാൾ എന്ത് ചെയ്യുന്നു, എന്നാൽ മതിയാക്കിയേക്കാം, എൻ്റെ ജീവനെ അങ്ങ് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഒരു ആത്മഹത്യയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാനതിന് പറഞ്ഞു വരുന്നത് വെച്ചാൽ, തോൽവിയെയും നമ്മൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ, സങ്കടം വരുമ്പോൾ കരഞ്ഞോളൂ, തോൽവിയായിരിക്കുമ്പോൾ തോൽവി കിട്ടിക്കഴിഞ്ഞാൽ വിഷമിച്ചിരുന്നോളൂ. പക്ഷെ ആ ഡ്യൂറേഷൻ, അതായത് ഈ വിഷമത്തിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഈ സങ്കടത്തിൻ്റെ ഡ്യൂറേഷൻ ഒരുപാട് ദൂരം നീട്ടിക്കൊണ്ട് പോകരുത്. അങ്ങനെ ഒരുപാട് ദൂരം നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ. സങ്കടപ്പെടുന്നു, കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട്
നമ്മളൊന്ന് ആലോചിച്ച് ഒരു പുതിയ വഴി കണ്ടെത്തി മുന്നോട്ട് പോകാം. ഇവിടെ ഏറ്റവും വലിയ ഇവിടെ എത്ര തന്നെ എന്ത് തന്നെ നമ്മൾ കണ്ടെത്തിയാലും ജീവനെ പിടിച്ചു നിർത്താനുള്ള ടെക്നോളജീസ് ഒന്നും ഇതുവരെ നമ്മളാരും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ജീവന് നമുക്ക് സ്വന്തമില്ലാത്ത നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജീവനെയും ഈ ശരീരത്തെയും നമ്മളൊരു കാവലാളിയായി നിന്ന് കാക്കാനുള്ള ഒരു കർത്തവ്യം നമുക്കുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവൻ ഒരു കാരണവശാലും നമുക്ക് ബലിയായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതൊരു ഹോംവഴിയേ ഇല്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, കുറച്ച് സങ്കടം വരട്ടെ, പക്ഷെ അതിന്റെ ഡ്യൂറേഷനെ വലുതായിട്ട് കൂട്ടിക്കൊണ്ട് പോകാതെ പുതിയ വഴി കണ്ടെത്തി പുതിയ ഒരു ആൾട്ടർനേറ്റീവ് സൈഡ് കണ്ടെത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ചെറുപ്പക്കാരായിരുന്നാലും ആളുകളുണ്ട്. ഈ ആളുകളായിരുന്നാൽ പോലും ഒരു ആത്മീയതയിലോട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അവർ പറയും നമുക്ക് ഇന്ന പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാകാം. പക്ഷെ അതിനുള്ള ഫണ്ട് അവർ എവിടെ നിന്നായാലും കണ്ടെത്തും. ലക്ഷങ്ങളായാലും കോടികളും ചെലവാക്കി പൂജകൾ നടത്തുന്നുണ്ട്. ഓൾറെഡി അവർ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഫണ്ട് കണ്ടെത്തി വീണ്ടും ഒരു തകർച്ചയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്തായിരിക്കും ഒരു പ്രതിവിധി പറയാൻ പറ്റുക? ഇങ്ങനെയുള്ള ചിന്താഗതി വരുന്നത് ഓക്കെ, മനസ്സിലാവും. നമുക്കൊരു വിശ്വാസം വളരെ നല്ലതാണ്, വിശ്വസിക്കണം. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് എന്താ പറയാ, ഒന്ന് പ്ലാൻ ചെയ്യാനേ പറ്റും. പക്ഷെ നടക്കുന്നതും നടക്കാത്തതുമെല്ലാം വേറൊരു സൈഡിലായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു റിമോട്ട് കൺട്രോൾ എന്നുള്ള രീതി വേറൊരാളുടെ കയ്യിലായിരിക്കുന്നത്. നമുക്ക് വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളുടെ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്, മനുഷ്യൻ റോളുണ്ട്. അതായത് ഒരു 60% മുകളിൽ മനുഷ്യന് റോൾ ഉണ്ടെന്നുള്ള. കാരണം പല കാര്യങ്ങളും ഇപ്പം നമ്മളൊരു സംഭവം നടക്കുന്നു, ഞാനൊരു ആക്ടർ ആവണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഒരു ഡോക്ടർ ആവണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിക്ക് പോകണം. അപ്പോൾ അതെല്ലാം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ആ കോഴ്സുകൾ പഠിക്കുകയും ഒക്കെ. അപ്പോൾ ആ ഒരു ട്രയൽ, അല്ലെങ്കിൽ നമ്മളെ കർത്തവ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ സാന്നിധ്യം, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചില സമയങ്ങളിൽ എൻഡ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നടക്കാത്തതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടും ഒരു സൈഡ്, അത് ഒരു സൈഡ്. ചിലപ്പോൾ അതിൽ നിന്നും ബെറ്റർ ആയിട്ട് ചിലപ്പോൾ ആയിരിക്കും കിട്ടും. ചിലപ്പോൾ ആ ഒരു ട്രാക്കിൽ അല്ലായിരിക്കും നമ്മൾ. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് നടക്കുമെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാവുന്നൊരു ഓപ്ഷൻ നമുക്കുണ്ടെങ്കിൽ പകുതി പേരും വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ജീവിക്കുന്നത്. കാരണം ഒരു 50 വയസ്സിൽ ഒരു ദുരന്തം സംഭവിക്കുന്ന ഒന്നായിരിക്കും ചിലപ്പോൾ ഒരു ഫ്യൂച്ചറിൽ കാണപ്പെടുന്നത്. റിയൽ ആയിട്ട് മീൻസ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ മനുഷ്യൻ കണ്ടുപിടിക്കണം. അപ്പോൾ 50 വയസ്സിലൊരു ദുരന്തം അങ്ങനെ സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഈ 35 വയസ്സിലായിരിക്കും ഇയാൾക്ക് അത് അറിയാൻ സാധിക്കുന്നത്. ബാക്കി ഒരു 15 വർഷം ഇയാൾക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇതായിരിക്കും അയാളുടെ ടെൻഷൻ. അപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് പരിമിതികളുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് അധികം ഒരു വിഷമിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് എന്താണോ നമ്മളെ തേടി വന്നിരിക്കുന്നത് അത് നമ്മൾ ചെയ്തു തീർക്കുക, അത്രയേ ഉള്ളൂ. ഒന്നും ഇതൊക്കെ പറഞ്ഞാലും കാര്യങ്ങൾ നമ്മുടെ തേടി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് ചെന്നിട്ടുള്ളതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കർത്തവ്യങ്ങളെ, ആ കർമ്മങ്ങളെ നമ്മളാൽ പറ്റുന്ന രീതിയിൽ നിലവിലുള്ള ഊർജം വെച്ച് മുന്നോട്ട് പോകാം. അതാണ് ഏറ്റവും. അപ്പൊ ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫണ്ട് കാര്യങ്ങൾ കണ്ടെത്തുന്നു, മറ്റു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതേ തന്നെയാണ്. നമുക്ക് ഒരു സംഭവം നടക്കുന്നു, അതിൽ നമ്മൾ ഫെയിലറായി വേറൊരു ഫണ്ട് കണ്ട്. അപ്പം നമ്മൾ ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മളും സ്വയം ഒന്ന് ആലോചിക്കുക, നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സജഷൻസ് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുക, അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. ഇങ്ങനെ ഈ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം ഈ പറയുന്ന അടുത്ത ഒരു ഓപ്ഷനിലോട്ട് പോകാൻ. വീണ്ടും അതിൻ്റെ അതിലൊരു സംഭവം എന്ന്, നമുക്കിപ്പോൾ ഒരു ഫെയിലിയർ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഫിനാൻസ് പരമായ ഒരു ഡൗൺ കാണിക്കുമ്പോൾ, എന്തോ കാരണവശാലും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ആവാനാണ് കൂടുതൽ നമ്മൾ ശ്രമിക്കേണ്ടത്. വീണ്ടും ഒരു സംഭവം, കാരണം നമ്മളൊക്കെ പറയാറില്ലേ, നമുക്ക് നല്ല സമയമുണ്ട്, ദോഷം സമയമുണ്ട്. മേ ബി അതൊരു മോശം സമയമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക ഇപ്പോൾ പന്തിയല്ല, ഇപ്പോൾ കറക്റ്റ് അല്ല, ഇപ്പോൾ എൻ്റെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളും എന്നെ ഫേവറേറ്റ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ വിചാരിച്ചിട്ട് അടുത്ത ഒരു സാമ്പത്തിക ഇതിൽ കൈവയ്ക്കാതിരിക്കുക. പോയത് പോട്ടെ, ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യൂ. അതിനെ നമുക്കൊന്ന് സമാധാനത്തോടുകൂടി ഒന്ന് നോക്കിക്കാണാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. ഈ വിഷമിച്ചിരിക്കുന്ന ഈ മനസ്സിൽ വേറൊരാളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ, ചേട്ടാ ഞാൻ പൈസ ഇടാം, അല്ലെങ്കിൽ അനിയാ ഞാൻ പൈസ ഇടാം, നമുക്ക് ഇതിലൂടെ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ പുള്ളിയല്ലേ. കാരണം സാധാരണ ഒരു മനസ്സല്ലേ, ആ മനസ്സിലായിരിക്കും ഇന്നൊന്ന് ചെയ്ത് നോക്കിയേക്കാം.
എന്ന് വിചാരിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വേറൊരാളിൻ്റെ കയ്യിൽ നിന്നും ഒരു ഫിനാൻസ് സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു കട രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കടം മേടിച്ചിട്ട് ഇത് ചെയ്യാമെന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകാതിരിക്കുക. സാർ, ഈ ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞോട് ഞാൻ ചോദിക്കാം. ചിലർ നമ്മൾ പലരും ഭാവി അറിയാനായിട്ട് വളരെ ആകാംക്ഷയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ നമ്മൾ ജാതകം നോക്കുക, നക്ഷത്രം വെച്ചിട്ട് നടക്കുക. അപ്പോൾ ചിലർ പറയും ജാതകത്തിൽ 35 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ ആയുസ്സിന് ബുദ്ധിമുട്ടുണ്ടാകും, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് ആലോചിച്ച് ഈ ഒരാളിങ്ങനെ പറഞ്ഞത് ആലോചിച്ച് നമ്മൾ വർഷങ്ങളോളം ചിന്തിച്ച് അങ്ങനെ ഒരു അസുഖത്തിലോട്ട് മാറി പോകുന്നു. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഭാവി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ചെയ്യാലോ. ഒരു സർക്കാർ ജോലി കിട്ടും, വേറൊരു ജോലിക്ക് പോകത്തില്ല, എനിക്ക് സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് വേറൊരു ജോലിക്കും പോകാതെ അതിന് മാത്രം വെറുതെ ഇരിക്കുന്ന, അതിൽ ട്രൈ ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആളുകളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മൾ വെച്ചാൽ ഇത് നമുക്കിപ്പോൾ ഒരു ഫ്യൂച്ചർ അറിയാം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ അസ്ട്രോളജി, ഇതെല്ലാം ഒരു എന്താ പറയുക ഒരു സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ സയന്റിഫിക്കലായിട്ട് നമുക്ക് 100% ഒരു പ്രൂവ് ആയിട്ടൊന്നും നമുക്ക് എന്നാൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ നമുക്കതിൽ വേണമെങ്കിൽ എന്താ പറയുക ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ സമയം നല്ലതാണോ, അല്ലെങ്കിൽ അസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് നമ്മൾ പോയി ചോദിക്കാറുണ്ട്. അതൊന്നും എന്താ പറയുക അതിനെ നമുക്ക് അങ്ങനെ എല്ലാം നമുക്ക് 100% പറയാൻ പറ്റില്ല. ശരി, നമുക്കൊരു കാര്യം കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അസ്ട്രോളജിസ്റ്റ് പറയുന്നു ഇന്ന സമയം ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുന്നു, ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ എടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളൊരു അസ്ട്രോളജിസ്റ്റിനെ കാണുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം ചെയ്യും സാർ, അല്ലെങ്കിൽ കാര്യം ചെയ്യാൻ ഇപ്പോൾ അത്ര സമയം പോരാ എന്ന് പറഞ്ഞൊന്നും വയ്ക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് അയ്യോ നമുക്ക് സമയം പോരല്ലോ, അല്ലെങ്കിൽ നമ്മൾ മോശമാണല്ലോ, അപ്പോൾ ഇനി വണ്ടി എടുക്കണ്ടേ, എല്ലാം ബുക്ക് ചെയ്തല്ലോ എന്ന് വിചാരിക്കുന്നതിനേക്കാളും എന്തോ ഒരു ഇൻഫർമേഷൻ അയാൾ തന്നു, ശരി, നമുക്കതിലൊരു ചെറിയൊരു വാല്യൂ കൊടുത്തേക്കാം, തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്തേക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്ന ഒരു സാഹചര്യം വരട്ടെ, അപ്പോൾ അത് ചെയ്യാം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു സംഭവത്തെയും അങ്ങ് വളരെ ഡീപ്പായിട്ട് വിശ്വസിക്കുകയും വേണ്ട, വിശ്വസിക്കാതിരിക്കുകയും വേണ്ട എന്നുള്ളതാണ്. കാരണം ഈ ലോകം സഞ്ചരിക്കുന്നത് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിലാണ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ നന്മ വരും എന്ന് പറയുന്നതും സത്യം തന്നെയാണ്. ഇപ്പോൾ തിന്മ ചെയ്യുന്നവർക്ക് തിന്മ തന്നെ വരും എന്ന് പറയുമ്പോൾ തിന്മ ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ വലിയ തിന്മകൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വരാറില്ല ചിലപ്പോൾ. അതായത് നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ഓരോ കാര്യം നമ്മൾ കാണുന്നു. ഇപ്പോൾ ഒരു എന്താ പറയുക സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും നമ്മൾ പഠിച്ചിരുന്നു. ഒരു കൊച്ചു കുട്ടിക്ക് ക്യാൻസർ വരുന്നു, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതെല്ലാം ഇനിയും നമ്മൾ പ്രൂവ് ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ വളരെ 100% വളരെ ഡീപ്പായിട്ട് അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഏതൊരു സംഭവമായാലും, ഈവൻ ഇൻ ദ കേസ് ഓഫ് ഭക്തി ആയാലും ഭക്തി അല്ലാതെ ആയാലും അസ്ട്രോളജി ആയാലും ഏത് മന്ത്രങ്ങളായാലും അതിലൊക്കെ ഒരു പരിധി വെച്ച്, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട് തെറ്റല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ചിലർക്ക് അത് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ ഒരു സംഭവം നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ ജസ്റ്റ് അതിനെ ഒന്ന് ഉൾക്കൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് സമയം ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് വേറെ ഓട്ടോമാറ്റിക്കലി ഒരു സമയം നമ്മളറിയാതെ വേറെ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മളെ പുറകിൽ അല്ലെങ്കിൽ ഈ സംഭവങ്ങളും മുന്നോട്ട് പോകുന്നതിന് ഒരു എനർജി ഉണ്ട്. ആ എനർജിയുടെ പോലെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുമ്പോൾ, ഇപ്പോൾ നമുക്കൊരു കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ലാപ്ടോപ്പിൽ എന്ത് ടൈപ്പ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് താങ്കൾക്ക് അറിയാമായിരിക്കാം. പക്ഷെ അതിന്റെ പുറകിൽ താങ്കൾ അറിയാതെ ഒരു കറണ്ട് അവിടെ വരുന്നുണ്ട്, ചാർജ് വരുന്നുണ്ട്. അപ്പൊ താങ്കൾക്ക് അത് പ്ലാൻ ചെയ്ത് താങ്കളുടെ നിലവിലുള്ള കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ റൈറ്റിംഗ് ബോർഡിൽ താങ്കൾ മനസ്സിലുള്ളത് ചെയ്യാം. പക്ഷെ അതിന്റെ പുറകിൽ വേറൊരു പവറുണ്ട്. അതേപോലെയാണ് എല്ലാ ജീവജാലങ്ങളിലായാലും, ചെടിയിലായാലും കൊടിയിലായാലും എല്ലാ ജീവനിലായാലും അങ്ങനെയാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ പുറകിലെല്ലാം ഒരു പവർ അങ്ങനെ ഇരിക്കുകയാണ്. അത് ഭയങ്കര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചൊക്കെ അവരും നമ്മളെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ താങ്കൾ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കറണ്ട് പോകണമോ വേണ്ടത്, കറണ്ട് പോയി കഴിഞ്ഞാൽ താങ്കൾ ഇത് ചെയ്യാൻ പറ്റില്ല. സോ യുവർ സെൽഫ് ട്രൈ, കുഴപ്പമില്ല, താങ്കൾക്ക് താങ്കളതായ രീതിയിൽ ട്രയൽ നടത്താം, ചെയ്യാം, അങ്ങനെ വേണം എങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. അതിനാണ് നമുക്ക് ചെയ്യണം. അപ്പോൾ എന്നാൽ അതിൻ്റെ പുറകിലുള്ള ആ ഒരു ശക്തി നമ്മളെ കാണാത്ത ഒരു ശക്തി ഉണ്ട്.
നമ്മളിപ്പോൾ കണ്ടതിനെ മാത്രം വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ഈ നേക്കഡ് ആയിക്കൊണ്ട് ഒരു പരിധി വരെ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു മൈക്രോസ്കോപ്പിക്കൽ ബേർഡ് ഉണ്ട്, അവിടെ ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, MLOs ഉണ്ട്, അതൊക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് അതില്ലെന്ന് പറയാൻ പറ്റില്ല. ഇനി ജൈജാന്റിക് ബേർഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റുകൾ, അത് നമ്മളെ കണ്ണിന് കാണാൻ പറ്റും. അപ്പോൾ കണ്ണിൽ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. നമ്മളെ കണ്ണിന് ഇതേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ഒരു പരിധി വരെയൊക്കെ മാത്രം ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിശ്വാസം എന്നുള്ളതിനേക്കാളും അങ്ങനെയുള്ള കാര്യത്തിൽ അതങ്ങനെയാണ് എന്ന് 100% അത് ഫിക്സപ്പ് ചെയ്യണ്ട. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതെയും വരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിഗമനം എടുക്കുന്നുണ്ട് തെറ്റില്ല എന്നുള്ളതാണ്. രണ്ട് സൈഡിന്റെ ഒരു പകുതി എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് തെറ്റില്ല. സാർ, ഈ കണ്ണിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ, സൂപ്പർ നാച്ചുറൽ ഫോഴ്സ്. ഇപ്പൊ ചില വീടുകളിൽ ദുർമരണങ്ങൾ നടക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ വീട്ടിൽ പിന്നെ ജീവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് ആ കരച്ചിൽ കേട്ടു, അല്ലെങ്കിൽ ആ ഒരു ഞരക്കം കേട്ടു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു തോന്നലായിരിക്കാമോ, അതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല, ഒരു തോന്നൽ മാത്രമാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മാനസികാവസ്ഥ ഉള്ള ആളുകളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് വളരെ ഡീപ്പായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഭയങ്കരമായിട്ട് അത് പതിയും. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ഭയങ്കര ശക്തിയുണ്ട്. അത് ഒരു രൂപത്തെ വേണമെങ്കിൽ അത് കാണിച്ചു തരാം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹൊറർ പിക്ചറിനെ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ ഒരു കൊലപാതകം കണ്ടു, അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലും പതിയും, സബ് കോൺഷ്യസ് മൈൻഡിലും എല്ലാം. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു സംഭവം ഡീപ്പായിട്ട് പതിഞ്ഞു കിടക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന് അനുകൂലമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു ട്രാൻസ് മൂഡ്, അല്ലെങ്കിൽ അതുമല്ലാത്ത നമ്മളൊരു ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ആ മൈൻഡിൽ പതിഞ്ഞ് കിടക്കുന്ന ആ സംഭവത്തിന് അതുപോലെയുമാണ്, അല്ലെങ്കിൽ അതിനും കുറച്ചുകൂടെ മാറ്റപ്പെടുത്തി എന്തെങ്കിലും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവം ഇവിടെ നടക്കുന്നു എന്ന് നമ്മൾ കാണുന്നത് പോലെ കാണിക്കാൻ പോലും അതിന് ശക്തി ഉണ്ടെന്നാണ്. ആ രൂപത്തെ വരെ അത് ക്രിയേറ്റ് ചെയ്ത് കാണിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആൾക്ക് തോന്നുന്നു, അയ്യോ ഞാനിവിടെ കൂടെ ഈ സംഭവത്തെ കണ്ടായിരുന്നു, ഇന്നത് കേട്ടായിരുന്നു. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ അതിശക്തമായ ഒരു ഇടപെടൽ അവിടെ കാണുന്നു. ആ ഇടപാടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കുവാനും ഈ രൂപങ്ങളെ തന്നെ നമുക്ക് കാണിച്ചു തരാനും സാധിക്കും എന്നുള്ളത്. അങ്ങനെയും ആകാം ഒരു സൈഡ്. കാരണം ഇദ്ദേഹം ഒരു പരിധി വരെ ഭയപ്പെട്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അയാൾക്ക് ഒരു കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ അയാളൊരു സന്തോഷ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് സാധ്യതയില്ല. ഇദ്ദേഹം ചിലപ്പോൾ ഒരു പേടിച്ച സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾ ഒരു ഇൻഫർമേഷൻ ഇയാൾക്ക് നെഗറ്റീവായിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ അത് കാരണം ഇദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരു ഇംബാലൻസിങ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയായിരിക്കാം ഈ ഒരു സംഭവത്തിനൊക്കെ അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതുവരെ ഒന്നും അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് നമുക്കിത് 100% ഇല്ലെന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നേക്കഡ് ഐന് കാണാൻ പറ്റുന്ന പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് 100% പറയാനും പറ്റൂല. കാണാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലൊന്നും നമുക്ക് റിസർച്ചുകൾ നടക്കുന്നു എന്ന് വേണം ഇതിന് പറയാൻ. അല്ലാണ്ട് നമുക്കിത് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് അവേ ഒരു ഉത്തരം ചിലപ്പോൾ നമുക്ക് തരാൻ സാധിക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്വയം ഒരു കോൺഫിഡൻറ്റ് ബിൽഡപ്പ് ചെയ്ത്, അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്കൊരു സെൽഫ് കൗൺസിലിംഗ് കൊടുത്ത്, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളിൽ നിന്ന് സജഷൻ മേടിച്ച് ആ നിലയിലുള്ള സാഹചര്യത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടപ്പോൾ വീടായാലും, അല്ലെങ്കിൽ ഇവിടെ പലരും പറയുന്നുണ്ട് ഇതിങ്ങനെയാണ് സാർ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചേട്ടാ, അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു വലിയ റിസ്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കാം എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും കാരണവശാൽ ഒരു സിറ്റുവേഷൻ ബേഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം വീടുകളിൽ തന്നെ ഇങ്ങനെ സംഭവിക്കും. സ്വന്തം വീടുകളിൽ തന്നെ അങ്ങനെ സംഭവിക്കും. ഇത് നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് എങ്ങനെ ഇത് മാറ്റിയെടുക്കാം? മാറ്റി വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പരിധിവരെ ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ മെഡിറ്റേഷൻ റിലാക്സേഷൻ തെറാപ്പി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ എന്നൊരു സാഹചര്യം ഉണ്ട്. എത്ര തന്നെ മാറ്റിയാലും അതിനൊരു പരിമിതിയുണ്ട്. കാരണം വെച്ചാൽ ഒരു 70% 60% അത് എല്ലാവരുടെ മനസ്സിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഇത് വരുന്നത്, നമുക്ക് സിറ്റുവേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്നും നമുക്ക് മാറി അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ. സിറ്റുവേഷൻ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ചില കുട്ടികൾ നമ്മുടെ പറയുന്നത്, സാർ ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു രക്ഷയില്ല, അവിടെ ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് എന്തോ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നാലും
ചിലപ്പോൾ അത് ശരിയാവും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ഇയർ വരുമ്പോഴത്തേക്കും പാരൻസിനോട് പറയാം നിങ്ങൾ വേറൊരു സ്ഥലത്തോട്ടൊന്ന് മാറിക്കാം. അത് സാർ അങ്ങനെ കാരണം വെച്ചാൽ അത് എന്നറിയാമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു അക്സെപ്റ്റൻസി ഉണ്ട്. ആ അക്സെപ്റ്റൻസി ഓക്കെ നമുക്ക് ഉൾക്കൊള്ളാം. ചിലപ്പോഴും നമ്മൾ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വരാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് വെച്ചോളൂ. ഇപ്പം ചൈനയിൽ ഒരു ഫുഡ് ഹാബിറ്റ് ആയിരിക്കും, ഇന്ത്യയിൽ ഒരു ഫുഡ് ഹാബിറ്റ് ആയിരിക്കും. നമ്മളെല്ലാവരും ഇന്ത്യക്കാരോടെ പോയി കഴിഞ്ഞാൽ ചൈനയുടെ ഫുഡ് ഹാബിറ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അത് പറ്റില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കമ്പൽസറി ആയിട്ട് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ സിറ്റുവേഷൻ ഇപ്പം നമുക്ക് മൂഡ് ഡിസോർഡർ ആയിരിക്കുകയാണ്. ആ മൂഡിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ പറയാറുണ്ട്, നിങ്ങൾ കാര്യം ചെയ്യൂ, ആ മൂഡിനെ നിങ്ങൾ തന്നെ കട്ട് ചെയ്ത് വിട്ടിട്ട് വേറൊരു സിറ്റുവേഷനിലോട്ട് വാ, അല്ലെങ്കിൽ എന്താ സ്വിച്ചിങ് ഓവർ ടു അനദർ ഏരിയ വാ, അല്ലെങ്കിൽ നിങ്ങൾ പോയൊരു സിനിമ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ പോയൊരു ബീച്ചിൽ പോയിരിക്കുക. അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു സപ്പോർട്ടിങ് ഒരു തെറാപ്പി പോലെ വേറൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിന്നെ അതിൽ നിന്നും വേറെ രീതിയിലോട്ട് മാറി മൈൻഡ് ഒരു ക്ലിയർ ആയിട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു വലിയ റിസ്ക് അവിടെ എടുക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ റിസ്ക് എടുക്കണ്ട. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നതിന്റെ കൂടെ തന്നെ ഈ കുട്ടികളിൽ ചിലപ്പോൾ ഈ പേടിയുണ്ട്. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം പറഞ്ഞ പോലെ കുട്ടികളിൽ ഇങ്ങനത്തെ പേടിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് ഒരു പരിധി വരെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതിൽ മാതാപിതാക്കൾക്ക് റോൾ ഉണ്ടാവില്ല. അത് കുട്ടികൾ വളർന്നു വരുന്ന അവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പേടിയോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കാൻ പേടി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പേടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മാതാപിതാക്കൾ ഇപ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് എന്തോ ഇപ്പോൾ അവയർനെസ് എടുക്കണം അവർ? ഓക്കെ, ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വീഡിയോ ചിത്രങ്ങൾ, അതായത് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഹൊറർ പിക്ചറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഈ കുട്ടിക്ക് മനസ്സിൽ പതിയുന്ന, അതായത് പേടി തട്ടുന്ന സാഹചര്യങ്ങളിൽ കൂടെ ഈ കുട്ടി പോയിട്ടുണ്ടോ പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട്, തെറ്റില്ല എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ യാത്ര പേടിക്കുന്ന അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആൾറെഡി നമ്മളൊരു കഥ അല്ലെങ്കിൽ ആൾറെഡി ഒരു സ്റ്റോറി ഈ കുട്ടിക്ക് ചിലപ്പം അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ഈ കുട്ടി കേൾക്കാനുള്ള ഇട വരുത്തിയിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു മെസ്സേജ് തൽക്കാലത്തേക്ക് വേണ്ടി ആ കുട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളും കൂടെ ചിലപ്പോൾ പാരന്റ്സ് ചിലപ്പോൾ അറിയാതെ കൊടുക്കുമായിരിക്കും. ഫോർ എക്സാമ്പിൾ കുഞ്ഞിലായിട്ടിരിക്കുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാതിരുന്ന കുട്ടികൾ ചോറ് കഴിച്ചില്ലെങ്കിൽ കള്ളം വരും, പേടിപ്പിച്ചിരും, കള്ളനെ പേടിപ്പിക്കും, അല്ലെങ്കിൽ ഇന്നയാളെ പേടിപ്പിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് പിശാച് വരുമെന്നൊക്കെ. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഒരു ടോക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കുകൾ ചിലപ്പോൾ കുട്ടിയുടെ ഉൾ മനസ്സിൽ പതിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള അല്ലെങ്കിൽ പേടി തട്ടുന്ന രീതിയിലുള്ള വാക്കുകൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത് അപ്പം നമ്മളങ്ങനെ അറിയാതെ പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, അതിന് അടുത്തൊരു സമയത്ത് അതിൻ്റെ ഒരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിലാക്കി നമ്മൾ പറയുന്നുണ്ട്, തെറ്റില്ല എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ മാക്സിമം എന്താ പറയുക, നമ്മൾ സ്നേഹപൂർവ്വം ഒന്ന് നിരീക്ഷിക്കുക. വളരെ ഡിപ്ലോമാറ്റിക്കലായി അല്ലെങ്കിൽ വളരെ നാടകീയമായി ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിലുള്ള ആ സിറ്റുവേഷനിൽ നിന്നും മാറ്റി നല്ലൊരു അന്തരീക്ഷത്തിലോട്ട് കൊണ്ടുവരിക. അതായിരിക്കും പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഫോബിക് സിറ്റുവേഷൻ നമുക്ക് മാറ്റി വേറെ രീതിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്.